18 வயசு பொண்ணு கேரளால ரொம்ப சந்தோஷமா ரொம்ப நார்மலா ப்ரொஃபைல பாக்குற மாதிரி இருக்குது. ஆனா மனசுக்குள்ள அவ்வளவு அழுத்தம். கமெண்ட் செக்ஷன் ஃபுல்லா அத்தனை பேர் விஷத்தை கக்கிட்டு இருக்கிற நேரத்துல அந்த பொண்ணு இறந்து போயிருக்காங்க. ஒரு 18 வயசு பொண்ணை உலகத்துல இருந்தே அனுப்பிச்சு வச்சிருக்காங்க. ஒரு மாசத்துக்கு முன்னாடி இதே தமிழ்நாட்டுல இது ஒரு 33 வயசு அம்மாவுக்கு ஏற்பட்டுச்சு. സൈബർ ബുള്ളിയിങ്, ഓൺലൈൻ ബുള്ളിയിങ്. അർജുനായുള്ള തിരച്ചിൽ അങ്ങ് ശിരൂരിൽ നടക്കുന്നതിനിടെയും അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം. മലയാളികൾ എത്ര പ്രബുദ്ധരെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് സൈബർ ഇടത്തെ ഈ അവസ്ഥ. അർജുന്റെ അമ്മയും സഹോദരിയും ഭാര്യയും കരയുന്നില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂസലില്ലാതെ വന്നു നിൽക്കുന്നു എന്നതിൽ തുടങ്ങി കുടുംബത്തിനെതിരെ വ്യാജ വീഡിയോ പ്രചാരണം വരെ സൈബർ സ്പേസിൽ നടക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അമ്മയുടെ സഹോദരി അർജുന്റെ അമ്മയോട് സംസാരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ അർജുന്റെ കുടുംബം കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു കൂട്ടം ഫേക്ക് ഐഡികളാണ്, എന്നാൽ മുഖമില്ലാത്ത ഐഡികളാണ് നമ്മളെ വന്ന് ആക്രമിക്കുന്നത്. അപ്പൊ ഇവന്മാർ നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ നിരന്തരമായിട്ട് നമ്മളെ അത്രത്തോളം ട്രോമയിലേക്ക് എത്തിച്ചിട്ട് ഇവന്മാർ നമ്മളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ നോക്കും. ഞങ്ങൾ സ്റ്റേറ്റ് ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ട് പുതിയ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളത്. ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ്ങിൻ്റെ ഡാർക്ക് വേൾഡിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ വയനാട്ടിൽ ദാരുണമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മളെല്ലാവരും ഇത്രയും ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും CMDRFിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സംഭാവനകൾ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും സംഭാവന ചെയ്യുക. അപ്പോൾ വയനാടിനെ നമുക്ക് വീണ്ടും തിരിച്ച് കൊണ്ടുവരാം. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് സൈബർ ബുള്ളീസ് അവരുപയോഗിക്കുന്ന ടാക്ടിക്സ് എന്താണ്, അവരുടെ സൈക്കോളജി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അതിനൊപ്പം തന്നെ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നവർക്ക് എങ്ങനെ കൃത്യമായിട്ട് അതിൽ നിന്ന് പുറത്തു വരണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാർ സ്ഥിരം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, നിങ്ങളെ ഭീഷണിപ്പെടുത്തുക, നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുക, നിങ്ങളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യുക, എന്താ പറയുക, നിങ്ങളെ സ്മിയർ ക്യാമ്പയിൻ ചെയ്യുക, നിങ്ങളെ വിക്ടിം ബ്ലെയിം ചെയ്യുക, അങ്ങനെയുള്ള പല ടാക്ടിക്സും ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരോ ടാക്ടിക്കുകളും ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് പുറത്തു വരാൻ കഴിയുക, പുറത്തു വരാൻ കഴിയുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന നമ്മൾ എങ്ങനെയാണ് പിന്നെ അവർക്ക് വേണ്ട പണിഷ്മെൻറ്റ് നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നിയമപ്രകാരം എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ നിങ്ങളെ സൈബർ ബുള്ളി ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ഒരു നെയിം കോൾ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു സൈബർ ബുള്ളിങ് അനുഭവം ഉണ്ടായിട്ട് എന്നെ ഈ പാവാട താങ്ങി, പാവാട ഇലക്കി, സിംബൽ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ളൊരു സൈബർ അറ്റാക്ക് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് അവർ വിളിച്ച വാക്കുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുമായിരുന്നു. അവർ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഒരു പോയിന്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഇതെല്ലാം താങ്കളുടെ കുറ്റമാണ്, നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ തിരിച്ച് ബ്ലെയിം ചെയ്യുക, ഗ്യാസ് ലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിലും വരുന്നത്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരുടെ ആക്ഷൻസിനെ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിനെ, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ നമ്മൾ എന്താ പറയുക ബ്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ ആ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അവർ ചെയ്ത ആക്ഷൻസിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാതെ ഇരിക്കുന്നവരാണല്ലോ പൊതുവേ ബുള്ളീസ്. അങ്ങനെയാണ്, നമ്മൾ നാർസിസിസ്റ്റിൻ്റെ കാര്യം പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം എടുക്കാതെ അവർ നമുക്ക് നേരെ ആ ഉത്തരവാദിത്തം തരും. അതായത് അവർ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം കൂടെ നമുക്കാണ് എന്നുള്ള രീതിയിൽ അവർ ഈ ആ ഒരു കോൺവെർസേഷൻ വരുത്തി തീർക്കും. അപ്പോൾ നമ്മൾ അവരോട് കോൺഫ്രണ്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടാക്ടിക് അവർ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വൺ ഓഫ് മെനി ടാക്ടിക് ആണ്. ഇനി വരുന്ന ടാക്ടിക്കുകളും കൂടെ ഞാൻ ഓരോന്നായിട്ട്
എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടാക്ടീസാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരോട് കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇവർക്കെതിരെ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നീ എന്താ പറയുക, നീ ഇത്രയും തരം താഴ്ന്നവനാണോടാ, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും ചിന്തിക്കാനുള്ള കഴിവില്ലേയോടാ, അല്ലെങ്കിൽ നീ ഇത്രയും ബയാസ്ഡ് ആയിട്ടുള്ള ഒരുത്തരാണോടാ, നീ ഇത്രയും ഡബ്ബാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളിൽ ഗിൽറ്റ് ഉണ്ടാക്കി, നമ്മളിൽ കുറ്റബോധം ഉണ്ടാക്കി നമ്മളുടെ മേലെ കൺട്രോൾ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഈ ഒരു ബുള്ളിയായിട്ടൊരു കോൺഫ്രണ്ടേഷൻ, ഒരു എന്താ പറയുക, ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളത് തിരിച്ച് ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ തിരിച്ച് ചോദ്യം ചെയ്യുകയും ഓരോ തവണ അവരെ ചോദ്യം ചെയ്യുകയും അവർ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവർ എക്സ്പോസ്ഡ് ആവുന്നത് അവരുടെ ഫ്രജൈൽ ഈഗോയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രജൈൽ ഈഗോയെ കവറപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് ഈഗോ എന്ന് പറയുന്ന ഒരു വളരെ അല്പനായ ആ ഒരു, ശരിക്കും അല്പന്മാരാണ് ഇവർ. ആ അല്പത്തരം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെതിരെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക, നിങ്ങൾക്കെതിരെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക, നിങ്ങൾക്കെതിരെ വിക്ടിം ബ്ലെയിം ചെയ്യുക എന്നുള്ള അടവുകൾ ഇവർ ഓരോ തവണ എത്രത്തോളം നിങ്ങൾ അവരോട് ഇൻറ്ററാക്ട് ചെയ്യുമോ അത്രത്തോളം ഇവർ ഈ ഇത്തരം അടവുകൾ എടുത്തുകൊണ്ടിരിക്കും. അതിലൊരു ക്ലിയർ കട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിററിംഗ് എന്ന് പറയുന്നത്. മിററിംഗ് എന്ന് പറയുന്നത് അവർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പോസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അവരെ തിരിച്ച് നമ്മൾ കൗണ്ടർ ചെയ്ത് തുടങ്ങുമ്പോൾ, ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവരോട് എന്താ പറയുക, അവരെ കൺഫ്രണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുന്നത്, ആ വാക്കുകൾ, ആ പ്രയോഗങ്ങൾ എല്ലാം എടുത്ത് നമുക്കെതിരെ ഉപയോഗിച്ചു തുടങ്ങും. അപ്പം നമ്മൾ എന്തെല്ലാം രീതിയിലാണ് അവരുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അതേ വാക്കുകളും അതേ പ്രയോഗങ്ങളും അവർ നമുക്കെതിരെ ഉപയോഗിക്കും. ഇതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള സൈബർ ബുള്ളീസ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ തെറി വിളിച്ചുകൊണ്ട് തന്നെ വരുന്നവരാണ്. അപ്പോൾ ആദ്യമേ തന്നെ കയറി തെറി വിളിക്കുകയും നമ്മൾ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇവർ. വളരെ അല്പന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം വരുന്ന ആൾക്കാർ. നിങ്ങൾക്ക് അറിയാമല്ലോ. അതിപ്പോൾ ആണുങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ തെറി വിളി തുടങ്ങും. എനിക്ക് അങ്ങനെ കുറേ തെറികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഭൂരിഭാഗം ഞാൻ കണ്ടിട്ടുള്ള സൈബർ ബുള്ളീസ് എല്ലാം ആണുങ്ങളാണ്, അല്ലാതെ സ്ത്രീകളൊന്നും വന്നിട്ട് ഇതുപോലെ സൈബർ ബുള്ളി ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുലസ്ത്രീകളും കാന്താരികളും ഒക്കെ ആയിരിക്കും. അത് ആ മൈൻഡ് സെറ്റിലുള്ളവരാണ്. അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഇതുപോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പാട്രിയാർക്കലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് ആണുങ്ങളാണ് ഈ കൂടുതൽ ഈ പ്രിവിലേജിൽ ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, ഞാൻ ഒരു മെയിലാണെന്നിരിക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്നെ പാവാട തങ്ങിയെന്നും പാവാട അലക്കിയെന്നും സിമ്പെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് എൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ അല്പത്തരമാണ് എന്ന് ചിന്തിക്കാൻ ഉള്ള കഴിവ് അവർക്കുണ്ടാവില്ല. പക്ഷെ ചിന്തിക്കാനുള്ള കഴിവ് നമ്മളെപ്പോലുള്ള സെൻസിബിളായിട്ടുള്ള ആൾക്കാർക്കുണ്ടാവും. പലപ്പോഴും സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന ആൾക്ക് അത് അത്ര സുഖകരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കില്ല. പലപ്പോഴും അവരെ ഹൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പലപ്പോഴും അവർ കൺസേൺഡ് ആവാനുള്ള സാധ്യതയുണ്ട്, പലപ്പോഴും അവരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ റോക്ക് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു റോക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുമ്പ് വീഡിയോസിൽ സംസാരിച്ചിരുന്നതാണ്. നമ്മൾ റോക്കായിട്ട് നിൽക്കുക, ഒരു കാര്യവും നമ്മളെ ഏൽക്കുന്ന കാര്യം അല്ല, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും എന്നെ ഒന്നും ഇതാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ കഴിവതും ഇവരോട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്രയും നിലവാരമില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ വീണ്ടും തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് കൊണ്ട് കൃത്യമായിട്ട് മാന്യമായ രീതിയിൽ വിമർശിക്കുന്നവരോട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മാന്യമല്ലാത്ത ഭാഷകളും മാന്യമല്ലാത്ത ലാംഗ്വേജുകളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ബയാസിൽ നിന്നും സംസാരിക്കുന്ന ആൾക്കാരോട് ഒരു തരത്തിൽ ഇൻട്രാക്ട് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ ഫേസിൽ സത്യം വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളെ വഴിക്ക് പോവുക. മറ്റൊരു കാര്യമാണ് ഡിഫാമേഷൻ എന്ന് പറയുന്നത്. ഡിഫാമേഷൻ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിനെ ഇവർ എതിർത്തു എന്ന് വയ്ക്കുക, നമ്മൾ തിരിച്ചവരെ കൗണ്ടർ ചെയ്ത് എല്ലാ രീതിയിലും ഇവർ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ രീതിയിലും ഇവർക്ക് ഒന്നും മറുപടി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. മറ്റ് ആൾക്കാർ ഏതെങ്കിലും വരാനായിട്ട്, ഒരാളെങ്കിലും വരാൻ വേണ്ടി ഇവർ കാത്തിരിക്കും. ഏതെങ്കിലും ഒരാൾ വന്ന് ഇവരുടെ വാദം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ചേർന്ന് നമ്മളെ ബുള്ളി ചെയ്യാൻ തുടങ്ങിയാൽ ആ ആളിൻ്റെ കൂടെ ചേർന്ന് ഇവർ നമ്മൾ ഡിഫം ചെയ്യും, ലൈക്ക് നമ്മളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും. ഡിഫാമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിഫാമേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സൈബർ ബുള്ളിങ്ങിൽ കേസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും. നമുക്ക് അടുത്ത ടാക്ടിക്സിലേക്ക് പോകാം.
പിന്നെ മറ്റൊരു കാര്യമാണ് വാട്ട് ബൗട്ടറി. എന്താ പറയുക, നമ്മളൊരു ആർഗ്യുമെൻറ്റ് അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ, നമ്മളൊരു ലോജിക്കലായിട്ടുള്ള കാര്യം അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മളൊരു rational ആയിട്ടുള്ള കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ഇവർ വാട്ട് ബൗട്ടറി അടിച്ചു തുടങ്ങും. മറ്റേ സംഭവത്തിൽ എങ്ങനെയായിരുന്നു, ഇയാൾ മറ്റ് കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ മറ്റ് സമയങ്ങളിൽ ആ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന തരത്തിലുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇറലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഈ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ അവർ മാറ്റിവിട്ടുകൊണ്ടിരിക്കും. കൂടുതൽ ഇത്തരത്തിലുള്ള ബുള്ളീസിൻ്റെ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരുടെ സൈക്കോളജി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇതിൽ നിന്ന് പുറത്തു വരാനും ഒക്കെ സാധിക്കും. ആ ഡിസ്ട്രെസ് ഒന്ന് കുറഞ്ഞു കിട്ടാനും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, നിങ്ങളെ ബോദർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ലാക്ക് ഓഫ് എമ്പതി. ഇവർക്ക് എമ്പതി ഇല്ല, അല്ല അവർ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല, ചിന്തിക്കാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വായടച്ചു വെച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ വാ തുറന്ന് എല്ലാ സ്ഥലങ്ങളിലും വാ തുറക്കാനും ഒച്ചയെടുക്കാനും ഒക്കെ ധൈര്യമുള്ളത് ഈ ആൾക്കാർക്കാണ്. ഇവർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്രിയാർക്കലായിട്ടുള്ള പ്രിവിലേജിൽ നിന്നാണ് ഇവർക്ക് ആ ധൈര്യം കിട്ടുന്നത്. ഇത്രയും മണ്ടനായിട്ടുള്ള ഒരാൾ, ഇത്രയും ബോധമില്ലാത്ത ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴത്തേക്കും, എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും കൂടെ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള അല്പത്തരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എമ്പതി ഇല്ലായ്മയാണ്. ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സൈബർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളോട്, അയാൾ ചിന്തിക്കുന്ന രീതിയോട്, അല്ലെങ്കിൽ അയാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഇഷ്യൂവിനോട്, അല്ലെങ്കിൽ അയാൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അയാൾക്ക് എന്ത് തോന്നും എന്ന് ചിന്തിക്കാനുള്ള അബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് മിക്കവാറും ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പവറും കൺട്രോളും എടുക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ത്വര. അത് ഈ സൈക്കോളജി എന്ന് പറയുന്ന ഇവരുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സൈബർ ബുള്ളീസിൻ്റെ ഒരു നമ്മുടെ എന്താ പറയുന്ന എക്സ്പോസിങ് മേഖലയാണ്, അല്ലെങ്കിൽ നമ്മളെ എക്സ്പോസ് ചെയ്യുകയാണ് അവരെ. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ആക്ച്വലി ഇവർക്ക് ആ പവറും കൺട്രോളും വേണം. ഇവർക്ക് ഈ ഒരു തരത്തിൽ ബുള്ളി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുപ്പീരിയോറിറ്റി അത് അവർ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പല രീതിയിലും നാർസിസ്റ്റിക് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ള ആൾക്കാരാണ് സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് പല ലെവൽ വരെയുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് അവരിരിക്കുന്ന ഷെല്ലിനകത്ത് നിന്നും നിങ്ങളുടെ റിയാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരതിൽ നിന്നും ആനന്ദം കണ്ടെത്തി തുടങ്ങും. അല്ല, അവർക്ക് അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് പവറും കൺട്രോളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ ഇവർക്കുള്ളിലുണ്ടാവും. ആ ഒരു തോന്നലാണ് പിന്നെയും നിങ്ങളെ അബ്യൂസ് ചെയ്യാനും നിങ്ങളെ ഹരാസ് ചെയ്യാനും ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എന്നെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നവൻ എന്നെക്കാളും താഴെയുള്ളവനാണ് എന്നൊരു വിചാരം, എന്നൊരു അപക്വമായിട്ടുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഒരു മെയിൻ റീസണാണ് ഇവർ സൈബർ ബുള്ളി ചെയ്യുന്നതിന്. പിന്നെ മറ്റൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, ഇവർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇവരിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, കരുത്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണ്, അതുകൊണ്ടാണ് ഇയാൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള തോന്നൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മിഥ്യയാണ്. ഇവരുടെ സെൽഫ് വർത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ സെൽഫ് വർത്തിന് എന്താ പറയുക, ആ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോ ഒന്ന് ഊതി വീർപ്പിക്കാൻ കൂടിയാണ് ഇവർ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ ചീത്ത വിളിക്കുമ്പോഴാണ് ഇവർക്ക് സന്തോഷം കിട്ടുന്നത്. മറ്റുള്ളവരെ പല പേരുകൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള കാര്യമെന്ന് ധരിക്കുന്ന ഒരു കാര്യം, അല്ല അതിനെതിരെ ഒപ്പോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പവർഫുള്ളായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, നമ്മളെപ്പോലെ പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നാട്ടിൽ മുന്നിൽ നിൽക്കേണ്ട ആൾക്കാരെ ഇത്തരത്തിലുള്ള അല്പന്മാർ വന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീക്കായിട്ടുള്ള മനുഷ്യർ വന്നിട്ട് എന്താ പറയുക, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊരു തോന്നലാണ് ഇവർക്കുള്ളിലുള്ളത്. ഇവരുടെ സെൽഫ് വർത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് ബുള്ളിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുള്ളി ചെയ്യുമ്പോൾ, വേറൊരാളെ ബുള്ളി ചെയ്ത് അവരുടെ മേലെ കൺട്രോൾ എടുക്കുമ്പോൾ ഇവരുടെ സെൽഫ് വർത്ത് ബൂസ്റ്റായി വരികയും അത് ഇവരെ വളരെയധികം എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനകത്ത് ഇൻട്രാക്ട് ചെയ്യരുത്, പലപ്പോഴും ഇവരോട് മറുപടി കൊടുക്കരുത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻഡൽജ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇവരുടെ ടൈം വേസ്റ്റാണ് ആക്ച്വലി. പിന്നെ ഞാൻ ഇതിനകത്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, എനിക്കിതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. എനിക്ക് ഇവരോട് തിരിച്ച് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, ഇവർ പറയുന്ന കാര്യങ്ങൾ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് 2 വീഡിയോ 3 വീഡിയോക്കുള്ള കണ്ടൻറ്റ് കിട്ടും.
ആ പറയുന്നവന് എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാനൊരിക്കലും ഇവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ച് പോവുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഹീലായിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സെൽഫ് ലവിന് എന്താ പറയുക, നറിഷ് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇവർ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടവാണ് സ്മിയർ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സ്മിയർ ക്യാമ്പയിൻ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചധികം നിങ്ങൾ ഇവരോടായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, കുറച്ച് ഇവർക്ക് അറ്റൻഷൻ കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവരെക്കാളും അബിലിറ്റി ഉള്ള ആൾക്കാരാണ്, നമ്മൾ അവരെക്കാളും ആക്സസ് ഉള്ള ആൾക്കാരാണ്, മീൻസ് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ അവരെക്കാളും നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ കൂട്ടി സ്മിയർ ക്യാമ്പയിൻ, അതായത് മറ്റ് ആൾക്കാരെ നമുക്കെതിരെ തിരിച്ചുകൊണ്ട് ഇവർക്ക് ആ രീതിയിലൊരു അറ്റാക്ക് നമുക്കെതിരെ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഡീപ്പായിട്ടുള്ള ഇൻസെക്യൂരിറ്റിയുടെയും വൈരാഗ്യത്തിൽ നിന്നും വരുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂട്ടാളികളെ കൂടെ കൂട്ടി വന്നാൽ ഇവർക്ക് എന്താ പറയുക, പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ക്യാരക്ടറോ ഐഡൻറ്റിറ്റിയോ ഇല്ലാത്ത ആൾക്കാരായിരിക്കും മെയിനായിട്ട് ഇവർ. അത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ കുറച്ച് വേറെ അല്പന്മാരെയും കൂടെ കൂട്ടി വന്നാൽ അവൻ എന്തെങ്കിലും നമ്മളോട് പറയാൻ പറ്റും. ഈ പെർപെട്രേറ്റർ, അതായത് ഈ പറയുന്ന നമുക്കെതിരെ സ്മിയർ ക്യാമ്പയിൻ നടത്തുന്ന ആൾ, നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മളും, അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ തന്നെ അല്പന്മാരാണ്, നമ്മളും അവരെ പോലെ തന്നെ ഈ തെറിവാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ രാത്രി 10-11 മണി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ കളി കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ഫെമിനിസ്റ്റ് ആയത് കളി കിട്ടാനാണ്, ഞാൻ ഈക്വാലിറ്റി പറയുന്നത് കളി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള, നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ലാംഗ്വേജൊക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ അവന്മാരുടെ ചിന്താഗതിയാണ് എനിക്കും ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കുറേ ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് ഇത്തരത്തിൽ കാണിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഇവർക്ക് 2-3 ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. ഈ ഫേക്ക് ഐഡീസിനൊക്കെ പോയിട്ടായിരിക്കും നമ്മളടുത്ത് ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നമ്മളെ എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന സ്റ്റോറീസ്, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ക്ലീനായിട്ട് ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവർ നമ്മുടെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവരിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നിന്നിട്ട് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വായടപ്പിക്കാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മിണ്ടാതിരിക്കും എന്നുള്ള എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് നമുക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ മെയിൻ ഒരു സംഭവം, ഇവരുടെ മെയിൻ കലാപരിപാടി. പിന്നെ ഒരു സോഷ്യൽ ഐസൊലേഷൻ നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുമോ, നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോവാണ്, ഇപ്പം നിന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിന്നെ വലിച്ചു കീറും, നിൻ്റെ ഫോളോവേഴ്സ് എല്ലാം കൂടെ നിന്നെ അറ്റാക്ക് ചെയ്യും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മെയിൻ പരിപാടി ഇവർക്കുള്ളതാണ്. അതും ഈ പറയുന്ന പോലെ ഈ സ്മിയർ ക്യാമ്പയിൻ ടാക്ടിക്സുകളിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ചുവടും കൂടെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതേ കാര്യം തന്നെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ റെപ്യൂട്ടേഷനും നമ്മുടെ ക്യാരക്ടറിനെയും മോശമായിട്ട് കാണിക്കാൻ വേണ്ടി എക്സാഗറേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. പിന്നെ ഈ റൂമർ മോങ്കറിങ് എന്ന് പറഞ്ഞൊരു ടാക്ടിക്സും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള റൂമേഴ്സ്, ഫേക്ക് ആയിട്ടുള്ള റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ള ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും വന്ന് ഇപ്പോൾ നമ്മളെ വീണ്ടും നമ്മളോട് കോൺഫ്രണ്ട് ചെയ്യുകയാണെങ്കിൽ അവരെ കൂടെ പറഞ്ഞ് നമുക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുക. ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രകടമായിട്ട് ഇവരുടെ വാക്കുകളിലും ഇവരുടെ സംസാരങ്ങളിലൊക്കെ കാണുന്നതാണ്. അത് വളരെ അഭിമാനമായിട്ട് കണ്ടുകൊണ്ട് പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. പലപ്പോഴും നിങ്ങളെ മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിങ്ങും സൈബർ ബുള്ളിങ്ങും ഒക്കെ. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്തൊക്കെയാണ് എന്നുള്ളത്. മെയിനായിട്ടും നിങ്ങൾക്ക് ഒരു കേസ് ഫയൽ ചെയ്യാനും ഇവർക്കെതിരെ നിങ്ങൾക്ക് റിയാക്ഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അറ്റാക്കിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ നിങ്ങളുടെ ഫോണിലെടുത്ത് വെക്കുക, ഇൻക്ലൂഡിങ് നിങ്ങളുടെ തിരിച്ചുള്ള റിപ്ലൈ അടക്കമുള്ള സ്ക്രീൻഷോട്ടുകളെല്ലാം, ആ ഒരു കോൺവെർസേഷൻ്റെ എല്ലാം എവിഡൻസ് കളക്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. പിന്നെ നിങ്ങളുടെ ഓൺലൈൻ പ്രൈവസി സെറ്റിങ്സിൻ്റെ ഉപയോഗിക്കുക. മെയിനായിട്ടും ഇവരെ ബ്ലോക്ക് ചെയ്യാനും റെസ്ട്രിക്ട് ചെയ്യാനും ഇവരുടെ ഈ അക്കൗണ്ടിനെ മാറ്റി നിർത്താനും ഒക്കെ ഇപ്പോൾ എല്ലാ ആപ്പുകളിലും സെക്യൂരിറ്റി സെറ്റിങ്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്, പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗിച്ച്
ഇത്തരം ആൾക്കാരുടെ ഇത്തരം ഫേക്ക് ഐ ഡികളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളിലേക്ക് വരുന്ന മെസ്സേജുകൾ, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ പ്രെഡേറ്റേഴ്സ് ഒരുപാട് നിങ്ങളെ തേടി വരും, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരും. എന്തെങ്കിലും ഒരു തരത്തിൽ ഹൈ ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ട് നിങ്ങളുടെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫിഷിംഗ് എന്ന് പറയും. അതായത് നിങ്ങൾ ആ ചൂണ്ടയിൽ കൊരുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ അതിൽ കയറി അവൻ ഇങ്ങനെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ചൂഷണം ചെയ്യുകയും നിങ്ങളെ ഈ പറയുന്ന പോലെ എന്താ പറയുക, നിങ്ങളിൽ നിന്നും അവനെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുകയും പിന്നെ അതിൽ പിടിച്ച് കയറാനും തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻസ്, ആ ഒരു എനർജി റെസൊണേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അത് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവൻ്റെ പ്രൊഫൈൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവരുടെ ഈ ഒരു വ്യക്തിയുടെ പ്രൊഫൈലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സ്വന്തമായിട്ട് ഒരു ക്യാരക്ടർ ഇല്ലാതെ, ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇടാനുള്ള കഴിവില്ലാതെ, അല്ലെങ്കിൽ പോസ്റ്റുകളും ഫോളോവേഴ്സും ഒക്കെ ആ ഒരു കൗണ്ട് റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് ഫേക്കാണോ അല്ലെങ്കിൽ ഇവൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും നിങ്ങൾക്ക് ഏറ്റവും അടുപ്പപ്പെട്ട നിങ്ങളോട് ഏറ്റവും അടുത്ത ആൾക്കാരോടെല്ലാം പറയുക. ഇൻക്ലൂഡിങ് യുവർ തെറാപ്പിസ്റ്റ് ഓർ കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, അവരോടും ഈ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ കൂടുതൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഡോണ്ട് എൻഗേജ് വിത്ത് എ ബുള്ളി, ഡോണ്ട് എൻഗേജ് വിത്ത് ദം. നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മിനിറ്റോ ഒരു നിമിഷം പോലും അവരർഹിക്കുന്നില്ല. സോ ജസ്റ്റ് ബ്ലോക്ക് ദം ആൻഡ് മൂവ് ഓൺ. Just focus on your self-care, just focus on your self-love, developing your self-love, just focus on your career, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. സോ ഞാൻ പേഴ്സണലി നിങ്ങളോട് പറഞ്ഞ എനിക്ക് ഈ അനുഭവം ഉണ്ടായെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ട്, എനിക്കിപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കസിയാണ് എൻ്റെ കരിയർ. ഞാൻ പതുക്കെ അതിലോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് പോലെ മാത്രം ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു ബുള്ളിയായിട്ട് എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ഇവർക്ക് വേണ്ടി മാറ്റി വെക്കരുത്. ബ്ലോക്ക് ദം ആൻഡ് മൂവ് ഓൺ. ഇപ്പോൾ ഈ ബുള്ളിങ് വളരെ സിവിയർ ആണെങ്കിൽ, നിങ്ങളെ സെക്ഷലി ഹരാസ് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വളരെയധികം മോശമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന തരത്തിലേക്ക്, നിങ്ങളെ ത്രെട്ടൺ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തെറാപ്പിയിലൂടെ ഹെൽപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം സീക്ക് ചെയ്യുക. ബിക്കോസ് യുവർ മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് നിയമപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ലോസ് പോയിന്റുകളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ ഇതിനകത്ത് അഫോർഡബിളായിട്ടുള്ള എന്താ പറയുക, ലോ പരമായിട്ടുള്ള ഹെൽപ്പ്, സൈബർ ബുള്ളിങ് അനുഭവിച്ചവർക്കുള്ള ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അതെല്ലാം പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എടുക്കാം. Always you deserve to be respected and loved or secured in a online space. സോ നിങ്ങളെപ്പോലുള്ളവർക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്ക് ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റിലും നിങ്ങളുടെ ഓൺലൈൻ സ്പേസ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള, സേഫായിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്പേസ് ആകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും കേസ് കൊടുക്കാനും അവർക്കെതിരെ ആക്ഷൻസ് എടുക്കാനുമുള്ള നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അധികാരവും അവകാശവും ഉണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, just believe that, just know that you have the resilience, you have the power to overcome it. നിങ്ങൾക്കത് എല്ലാം മറികടന്ന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി, ഇതിഹാസമായി മാറിയ ഒരു പെൺകുട്ടിയുടെ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർക്ക് പോലും ഓൺലൈനിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും നേരിടേണ്ടി വന്ന ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്കുകളും മറ്റും നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ, നമ്മുടെ ഉള്ളിലുള്ള കറേജ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വലിയൊരു വ്യത്യാസമുണ്ടാക്കുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിലും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം വീണ്ടും കാണുന്നവരേക്കും